ഇന്ന് പാവയ്ക്ക തോരനാണ് വെക്കാൻ പോണേ. മേശയിൽ ഇരുന്ന അരിയിൽ ഭയങ്കര പാടാട്ടോ. ഞാൻ സാധാരണ ബാൽക്കണിയിൽ പോയിരുന്നിട്ട് കസേരയിൽ കാലൊക്കെ നീട്ടിയിരുന്ന് അങ്ങനെ നല്ല സുഖമാണ്. കാഴ്ചയൊക്കെ കണ്ട് കുറച്ച് നേരം ഇങ്ങനെ സമയമൊക്കെ എടുത്ത് അരിയാണ്. ഇതാ പാവയ്ക്ക അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് പച്ചമുളക് അരിഞ്ഞിടാ. സമയമുള്ളപ്പോഴെങ്ങനെ കയ്യിൽ ഉറയൊക്കെ ഇട്ട് അരിയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ വെറുതെ വെട്ടിക്കണ്ടിച്ചിട്ടിട്ട് പോകും. ഇപ്പോഴാണ് ഓർത്തതേ, കഴിഞ്ഞ ദിവസം പഴംപൊരി ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായി, അത് ഇട്ടില്ല. ഇപ്പോഴാണ് അത് ഓർത്തത്. ഇതാ ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ടേ. നമുക്ക് പാത്രം എടുത്തിട്ട് തീ കത്തിച്ച് കൊടുക്കാം. ഇത്തിരി എണ്ണ കൂടുതൽ ഒഴിച്ചാൽ പാവയ്ക്ക നല്ല ടേസ്റ്റ് ആട്ടോ. കടുക് തിരിക്കാം. ഓക്കെ, ഉള്ളി പച്ചമുളക്, മഞ്ഞൾപ്പൊടി. ഇതൊക്കെ എന്നും പറയുന്നതല്ലേ, ഇത്ര തവണ പാവയ്ക്ക വെച്ച് കാണിച്ചിട്ടുണ്ട്. തേങ്ങ, പാവയ്ക്ക, ഇടുക്കിക്കാർക്ക് പാവയ്ക്കാത്തോരന് ഇഷ്ടമാണ്. എറണാകുളംകാർക്ക് പാവയ്ക്കാത്തോരന് ഇഷ്ടമല്ല, കഴിക്കൂലേ. ഇവിടെ കഴിച്ചില്ലെങ്കിൽ ഞാൻ തീറ്റിക്കും, പക്ഷെ കഴിക്കും കേട്ടോ. കഴിക്കൊന്നും വലിയ പ്രശ്നമല്ല. മൂടി വെക്കണമല്ലോ. ഇതാ മൂടി വെച്ചിട്ടുണ്ട്. കൈകൂടി നമ്മുടെ പാവയ്ക്ക തോരനൊക്കെ നല്ല ഉണങ്ങി ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങ അച്ചാറിടാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് അച്ചാറിടണം. അപ്പം അച്ചാറിടാൻ വേണ്ടിയിട്ട് പച്ചമുളകും വെളുത്തുള്ളി അരിഞ്ഞെടുക്കുവാണേ. രണ്ടോ എന്താണെന്നറിയോ, ഇതാണ് റംബൂട്ടാൻ. അപ്പം റംബൂട്ടാൻ നമുക്ക് ഇന്നലെ അമ്മയുടെ ആണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ അല്ല, മിനിയാന്ന് അമ്മയുടെ ആണ്ടായിരുന്നു. 10ാമത്തെ ആണ്ടായിരുന്നു കേട്ടോ വിനുവിൻ്റെ അമ്മയുടെ. വിനുവിൻ്റെ അല്ല, വിനുവിൻ്റെ അമ്മയുടെ 10ാമത്തെ ആണ്ടിന് പോയപ്പോൾ അവിടെ നാത്തുവിൻ്റെ വീട്ടിൽ ഇഷ്ടംപോലെ റംബൂട്ടാൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല മധുരമുണ്ട് കേട്ടോ, സൂപ്പറാ. അപ്പം ഇനി വെളുത്തുള്ളി പൊളിച്ചെടുക്കണം. എനിക്കത് അങ്ങനെ തിന്നുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഞാനത് കുരുവിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ദശ ചെത്തി എടുത്തിട്ട് കഴിക്കുള്ളൂ, അല്ലെ പല്ലിൻ്റെ ഇടയിലെല്ലാം കയറും. അപ്പം എനിക്ക് പല്ലിന് മുഴുവൻ ഓട്ടയാണേ, അതാണ്. നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ പൊളിച്ചരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക്
അച്ചാറിടാൻ തുടങ്ങാവേ. അച്ചാർ പൊടി ഉണ്ടോന്നൊന്നും അറിയില്ല കേട്ടോ. ഞാൻ മുളക് പൊടി ഇട്ട് വെക്കാൻ പോവാണ്. ആ ഉണ്ട് ഉണ്ട് ഉണ്ട്, ഇല്ല അച്ചാർ പൊടി ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടി ഇട്ട് വെക്കാം. ഇതേ കടുകുണ്ട്, നല്ലെണ്ണയുണ്ട്, കായമുണ്ട്, മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉണ്ട്. ഇത്രയും പോരെ അച്ചാറിടാൻ? ധാരാളം മതി. പൊട്ടിച്ചല്ലോ. ഇത് ഫുള്ള് വേണം കേട്ടോ. നമുക്ക് കുറച്ച് എണ്ണ കൂടുതലുണ്ടെങ്കിലാണ് പൂത്തു പോകാതിരിക്കുള്ളൂ. എണ്ണ ഇങ്ങനെ മേളിൽ കിടക്കണം. ഇവിടൊക്കെ വീണ് കടുക് താഴെ വീഴാൻ പാടില്ലെന്ന് ആൾക്കാർ പറയുന്നേക്കാം. കടുക് താഴെ വീഴാൻ പാടില്ല. എനിക്ക് അങ്ങനെ വിശ്വാസങ്ങളൊന്നുമില്ല കേട്ടോ. അതേ കടുകിട്ടു. കറിവേപ്പിലൊക്കെ നല്ല ഫ്രഷ് ഇടണമെന്നാണ്, പക്ഷെ ഫ്രഷ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉള്ളത് തന്നെ ഇടുക. ഡ്രൈ കഫ് മാറിയിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമയ്ക്കാൻ വരും. അതൊരു ബുദ്ധിമുട്ടാണ്. കടുക് പൊട്ടി തുടങ്ങുന്നേ ഉള്ളൂ, ഞാൻ വരാം. ഇത് പൊട്ടി കഴിയാറായതുകൊണ്ട് ഉലുവ ഇടാനാണ്. വേപ്പില, വെളുത്തുള്ളി, പച്ചമുളക്, കായം ഇട്ട് കൊടുക്കാം. അങ്ങനെ വലിയ അളവൊന്നും അറിയത്തില്ല കേട്ടോ. ഞാനൊരു ടേസ്റ്റിനാണ് ഇടും, അത്രേ ഉള്ളൂ. കായത്തിൻ്റെ അളവ് മാത്രം എനിക്ക് അറിയില്ല. നമ്മൾ ഇറച്ചി മീനിൻ്റെ ആൾക്കാരല്ലേ, അതുകൊണ്ട് ഒരു സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ കായം. ഇതേ മുളക് പൊടി, അച്ചാർ പൊടി ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടി കുറച്ച് അധികം ഇടുക. മഞ്ഞൾപ്പൊടി തിരുമ്മിയിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഇടുവാണേ. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പിട്ട് തിരുമ്മി വെച്ചേക്കണ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതേ ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാൻ പോവാ. പുളി ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ, കുറച്ചേ ഉള്ളൂ, അധികമില്ല. അല്ലെങ്കിൽ ഞാൻ വിനീഗർ ഒഴിക്കാറില്ല. വിനാഗിരി ഒഴിച്ചാൽ ചീത്തയായി പൂത്തു പോത്തുമില്ല. ഉപ്പൊക്കെ ഉണ്ടാവും, ചനച്ചു തുടങ്ങിയതല്ലേ. അപ്പം അതേ അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക. ഉപ്പ് തിരുമ്മി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, അപ്പം വെള്ളമൊക്കെ നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതിൽ നിന്ന്. നോക്കാവേ. വെള്ളം തിളപ്പിച്ചൊഴിക്കാം കേട്ടോ, ഭയങ്കര ഡ്രൈ. ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അച്ചാർ റെഡി. ഞാൻ ഇത്രയുള്ള കുപ്പിയിലാക്കി വെക്കുന്നത്. അപ്പോൾ ഒരു കുപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 പ്രാവശ്യം എടുക്കാനുണ്ടാവുള്ളൂ. അപ്പോഴത്തേക്കും തീർന്നു. പിന്നെ ഇതൊരു 2-3 കുപ്പിയാണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.